304 പാർട്ട് 2 പ്രകാരം 10 വർഷം കഠിന തടവും 75 JJ ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരം 1 ഇയർ 1 വർഷം കഠിന തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വലിയ ശിക്ഷ എന്ന് പറയുമ്പോൾ കൊലപാതകമല്ല കോടതി കണ്ടെത്തിയിട്ടുള്ളത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതായത് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം വളരെ വൃത്തിഹീനവും അപകടം പറഞ്ഞതൊരു റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്താണ്. സ്വാഭാവികമായും ഈ പ്രതി ഈ ഗർഭം മറച്ചു വച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ചെയ്യാതെ ആരും അറിയിക്കാതെ, ആരും അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ മതിയായ സംരക്ഷണം കൊടുക്കാതെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ പ്രസവിക്കുന്നത്, ഒരു ബാത്റൂമിൽ. അതിനുശേഷം പൊക്കിൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ലാതെ അവസ്ഥയിലാണ് ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്രകാരം ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കാമെന്നുള്ള അറിവ് ഉപേക്ഷിക്കപ്പെട്ട ആൾക്കുണ്ടായിരിക്കും. ആ രീതിയിലാണ് 304 പാർട്ട് 2 കോടതി ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജഡ്ജ്മെന്റ് മൊത്തം നോക്കിയിട്ടില്ല. ഫൈൻ രണ്ട് ശിക്ഷ എങ്ങനെയാ സാറേ വരുന്നത്? അല്ല, അത് രണ്ടും രണ്ടായിട്ട് കൺകറന്റായിട്ട് ഒരുമിച്ചാൽ മതി. ഒറ്റ 10 വർഷം അനുഭവിച്ചാൽ മതി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതായത് ഒരു ബയോളജിക്കൽ മദർ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടാൽ അബാൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് അത്. അതിനാണ് 1 വർഷം കഠിന തടവ് ശിക്ഷ. അതിൻ്റെ അകത്ത് ജഡ്ജ്മെന്റിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ കേസ് അതായിരുന്നു. ഫേസ്ബുക്കിലൂടെ ഒരു കാമുകൻ ഇവരോട് ചാറ്റ് ചെയ്യുകയും ഇനി ഇവരെ സ്വീകരിക്കണമെങ്കിൽ ഗർഭിണിയായ ഒരു കുട്ടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ കുട്ടി പ്രശ്നമാണ് എന്ന് അറിഞ്ഞാണ് ഈ കുട്ടി ഇത് ഗർഭം സപ്രസ് ചെയ്യുന്നത്. സപ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രസവിച്ച് സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് വളരെ അന്വേഷണം നടത്തുകയും ഈ കുട്ടി അടക്കമുള്ള ഒരു 10-20 ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടക്കം 10-20ഓളം പേരുടെ ബ്ലഡ് സാമ്പിൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കും. അതിൽ നിന്നാണ് ഈ വിഷ്ണുവും രേഷ്മയുമാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, തുറന്ന് അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ രേഷ്മയാണ് കുട്ടിയുടെ മാതാവെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടിക്ക് ഈ പ്രസവത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത അവർക്കായിരുന്നു, പ്രതിക്കായിരുന്നു. അത് നിയമത്തിൻ്റെ അതാണ് അതിൻ്റെ കേസ്. ഈ പ്രതിഭാഗം ഈ കുട്ടിയുടെ അച്ഛനും അതുപോലെ മാതാവും അമ്മായിയമ്മയൊക്കെ പ്രതിഭാഗമായി ചേർന്നു. പല സാക്ഷികളും മാറിയിട്ടും ഇങ്ങനെ ഒരു അല്ല, അതിനകത്ത് ഈ വളരെ സാഹചര്യ തെളിവുകളും DNA ആണ് വളരെ നിർണായകമായത്. ഈ കേസിലെ DNA ആണ്. DNA-യിൽ നിന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരാണ് പ്രതികളാണെന്ന് തെളിഞ്ഞ് പ്രതിയായ രേഷ്മയാണ് മാതാവെന്ന് തെളിഞ്ഞത്. അതാണ് കൂടുതൽ കോടതി ആശ്രയിച്ചിട്ടുള്ളത്. മറ്റുള്ള സാക്ഷികൾക്കെല്ലാം തന്നെ വളരെ അത്ര പ്രാധാന്യമുള്ള റോളുകളില്ലായിരുന്നു. ഉദാഹരണത്തിന് കുട്ടിയെ കാണുന്നത് ഈ രേഷ്മയാണ്. രാവിലെ കുട്ടിയുടെ കരച്ചിൽ കിട്ടുകൊണ്ട് രേഷ്മ എടുത്തുകൊണ്ട് അതിൻ്റെ അമ്മയെ എടുത്തു കൊടുക്കുകയും അമ്മയാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് ഗർഭകാലത്ത് അവർ കോടതിയിൽ വന്ന് ഡിനൈ ചെയ്തു. രേഷ്മ ഗർഭിണിയല്ലായിരുന്നു എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. രേഷ്മയുടെ അമ്മായിയമ്മ കൂറുമാറിയിരുന്നു. അവർ മജിസ്ട്രേറ്റിന് മുമ്പ് ആ മൊഴി കൊടുത്തിരുന്നു. ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയും ആര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവർ കോടതിയിൽ അങ്ങനെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടില്ലെന്ന് മാറ്റി പറയുകയും അവർ സാക്ഷികളായിട്ട് പ്രതിഭാഗത്തിനായിട്ട് കൂറുമാറുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഈ കേസ് ആദ്യം അന്വേഷിച്ചതിന് ശേഷം പോലീസ് ആദ്യം ഈ 304 പ്രകാരമാണ് ആദ്യം കുറ്റം പത്രം അന്വേഷണം നടന്നത്. പിന്നീടാണ് അന്വേഷണത്തിൽ 302 കൊലപാതക കുറ്റം ആരോപിച്ച് വീണ്ടും അത് ചാർജ് ഫയൽ ചെയ്തത്. പക്ഷേ കോടതി പ്രോസിക്യൂഷന്റെ വാദം അത് അംഗീകരിക്കാതെ 304 പാർട്ട് 2 മാത്രമാണ് ഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. അതിൽ 164 കൊടുത്തിട്ടുള്ള 2 പേരേ ഉള്ളൂ. JJ ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 കിട്ടാവുന്ന നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വളരെ പല കേസുകളും വരുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു ശിക്ഷയാണ്. കാര്യം അമ്മത്തൊട്ടിൽ പോലുള്ള പല സംവിധാനങ്ങളും ഇവിടെ ഉള്ളപ്പോൾ, ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പല സംവിധാനങ്ങൾ ഗവൺമെന്റിനുള്ളപ്പോൾ ഇത്തരപ്രകാരം കുട്ടികളെ കൊണ്ടുപോയി മരണത്തിന് കൊടുക്കുന്നത് അത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ശിക്ഷ എന്നാണ് എൻ്റെ അഭിപ്രായം.
കൊല്ലം കല്ലുവാതുക്കലിൽ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിയായിട്ടുള്ള രേഷ്മയ്ക്ക് 10 വർഷം തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതി ആ കുട്ടി നവജാത ശിശുവിന്റെ അമ്മയാണ്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2021 ജനുവരി മാസം 5-ാം തീയതിയാണ്. പുലർച്ചെയോടെ കുഞ്ഞ് ജനിക്കുകയും കുഞ്ഞ് ജനിച്ച് അല്പസമയം കഴിയുന്നതിന് മുന്നേ തന്നെ ആ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം. തുടർന്ന് ആ കുഞ്ഞിനെ വളരെ വേഗം തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയും അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് SIT-യിലേക്ക് മാറ്റുകയും ചെയ്തെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് DNA പരിശോധന ഉൾപ്പെടെ നടത്തിയതിലാണ് കുഞ്ഞിന്റെ അമ്മ രേഷ്മയാണെന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്തത്. അതായത് ഇവർക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടായിരുന്നു, അതിനുശേഷം ഇവർ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് മറ്റാരും അറിയാതെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം, ഇവർ ഫേസ്ബുക്ക് വഴി ഒരു കാമുകനെ പരിചയപ്പെടുന്നു. അത്തരത്തിൽ അയാൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് ഒരാൾ പറ്റിക്കുക, അതായത് ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള 2 പേർ ചേർന്ന് പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ കണ്ടെത്തുകയും അവർ അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ കോടതി രേഷ്മയെ 10 വർഷമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ശിക്ഷിച്ചിട്ടുണ്ട്. ഈ ശിക്ഷയെല്ലാം കൂടെ ഒരുമിച്ച് 10 വർഷം അനുഭവിച്ചാൽ മതിയാകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 50,000 രൂപ പിഴയും അനുവദിച്ചിട്ടുണ്ട്. വധശ്രമമല്ല ഇത്, ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 31 സാക്ഷികളും 66 രേഖകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ പല പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 രേഷ്മയെ കുറ്റക്കാരിയെ കണ്ടുകൊണ്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.